ചില മനുഷ്യരങ്ങനെയാണ്, ഒട്ടും കുറ്റബോധമില്ലാതെ അഭിനയിക്കുകയാണോ, ഇനി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റബോധമില്ലാതെ അവരങ്ങനെ സംസാരിക്കും അല്ലേ, കേട്ട് നിൽക്കുന്ന ആളെ വിഡ്ഢിയാക്കിക്കൊണ്ട്. അതൊരു കഴിവാണോ? ഈ ബ്രേക്കപ്പിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ജാള്യത, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു നിരാശ പോലും ആ സംസാരത്തിലോ അല്ലെങ്കിൽ ചാറ്റിങ്ങിലോ ഉണ്ടാവില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും? അത് മറച്ചു പിടിക്കലാണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അപ്പം ഇത്തരം ആളുകളെ, അതായത് കടിച്ച പാമ്പിനെ ഒരിക്കലും ഓർത്തിരിക്കരുത് എന്ന് പറയുന്നത് പോലെ അങ്ങ് ഒഴിവാക്കിയേക്കണം. അവർ ആ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രേക്കപ്പ് ഒക്കെ വരുന്ന സമയത്ത് ആത്മാർത്ഥത ആർക്കാണോ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു പെയിന്, ആ പെയിൻ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞാൽ ഏവർക്കും ഉണ്ടാവും പ്രണയബന്ധങ്ങൾ. പ്രണയബന്ധം ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അതിൽ പലർക്കും മുറിവുകളേൽക്കും. അപ്പോൾ ആ മുറിവിനെ നമ്മൾ പതിയെ പതിയെ ഉണക്കുക. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലുള്ള പക, വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം സ്ട്രെസ്സായി മാറി. ഇതിന് ക്രോണിക് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ദേഷ്യം, വിദ്വേഷം ഇതെല്ലാം പതിയെ പതിയെ ഒഴിവാക്കാൻ കഴിയണം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ വളർച്ച തന്നെയാണ്. ശരിയല്ലേ?